അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വം പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അഅ്ളമായ ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയത്. ആയത്തുൽ കുർസിയുടെ ആദ്യ ഭാഗത്തുള്ള അൽ ഹയ്യു അൽ ഖയ്യൂം, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള രണ്ട് നാമങ്ങളാണ്. ഈ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന് അല്ലാഹു ഉത്തരം കൊടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കി. അതിനോടനുബന്ധിച്ചുള്ള നാം മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളോടും അവന്റെ വിശേഷണങ്ങളോടും ഒരു വിശ്വാസിയായ മനുഷ്യൻ എന്തൊരു നിലപാടാണ് സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അവയിൽ വിശ്വസിക്കേണ്ടത് എന്ന് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഇതെന്തുകൊണ്ട് പ്രാധാന്യമുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കക്ഷികളുണ്ട്. ഖദരിയാക്കൾ, ജബരിയാക്കൾ, മുഅ്തസിലിയാക്കൾ, മുഅത്തില, മുശബ്ബിഹ, ജബരിയ എന്നിങ്ങനെ പറയുന്ന ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത കക്ഷികളുണ്ട്. ഈ കക്ഷികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയും ചില ആളുകളൊക്കെ രംഗപ്രവേശം ചെയ്തിട്ടുമുണ്ട്. ഈ കക്ഷികൾക്കെല്ലാം പിഴവ് സംഭവിച്ചിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കുന്നിടത്താണ്. പ്രധാനമായും അല്ലാഹുവിന്റെ അസ്മാ വസിഫാത്തുകൾ മനസ്സിലാക്കുന്നിടത്താണ്. ഖദരിയാക്കളാകട്ടെ, ജബരിയാക്കളാകട്ടെ, മുഅ്തസിലികളാകട്ടെ, അതല്ലെങ്കിൽ അശ്അരികളും മാതുരീദികളും എന്ന് പറയുന്ന അവർക്കൊന്നും ഇസ്തിഗാസ, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കോ ഖബറിനെ പൂജിക്കുന്ന ഖബറാരാധനകളോ ഒന്നും അവിടെ അഖീദയിലില്ല. അതൊക്കെ പിന്നീട് സൂഫികളിലൂടെ, ത്വരീഖത്തിലൂടെ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്ന ശിയാക്കളുടെ വന്ന ബിദ്അത്തുകളാണ്. പക്ഷെ ഈ കക്ഷികളെല്ലാം പിഴച്ചുപോയത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഇസ്മുകളെക്കുറിച്ചും നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിൽ വലിയ അബദ്ധം സംഭവിച്ചു എന്ന് മാത്രമല്ല, പച്ചയായ കുഫറിന്റെ വാദം വരെ പറയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള മുന്നറിയിപ്പ് നൽകിയൊരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കയിലെ മുശ്രിക്കുകളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ പ്രവാചകന്റെ എതിരാളികളായി പ്രധാനമായും ഉണ്ടായിരുന്നത്. ഈ മൂന്ന് വിഭാഗത്തിനും കാര്യമായ പിഴവ് സംഭവിച്ചതും തൗഹീദുൽ ഉലൂഹിയത്തിലും ഈ വിഷയത്തിലും തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർ അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്കയിലെ മുശ്രിക്കുകളുമൊന്നും അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞവരല്ല, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞവരാണ്. പക്ഷെ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് ചില അബദ്ധങ്ങൾ സംഭവിച്ചു. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഈസാ നബി അള്ളാന്റെ മകനാണ്. അപ്പൊ അള്ളണ്ട്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്. ഉസൈർ നബി അള്ളാന്റെ മകനാന്ന് ജൂതന്മാർ പറഞ്ഞു. മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകളും പറഞ്ഞു. അപ്പൊ അള്ളാഹു ഉണ്ട്, ആ അള്ളാഹുവിന് മഹത്വത്തിന് യോജിക്കാത്ത ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചത്. ഇതേ അബദ്ധം മുസ്ലിമീങ്ങളായ ആളുകൾക്കും സംഭവിക്കും.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അബദ്ധവിശ്വാസങ്ങൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മക്കത്തെ മുശ്രിക്കിനെയും ശിർക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ശരിയായി മനസ്സിലാക്കാതിരുന്നാൽ അവരും ശിർക്കിലേക്ക് എത്തിപ്പെടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിന് മുഴവാമി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സമുദായത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ശിർക്ക് സംഭവിക്കുകയില്ല എന്ന ഒരു നിർഭയത്വം ഇസ്ലാം ആർക്കും കൊടുത്തിട്ടില്ല. സംഭവിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി തൗഹീദിന്റെ ആളായിരുന്നു, മുവഹിദായിരുന്നു. ആ ആദം നബിയുടെ സന്താനങ്ങളെല്ലാം ശിർക്ക് വന്നത്. അത് കഴിഞ്ഞ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കപ്പലിൽ കയറിയ അങ്കുലി പരിമിതമായ ചില ആളുകൾ മാത്രമാണ് ലോകത്ത് മുഅ്മിനീങ്ങളായുണ്ടായിരുന്നത്. കറകളഞ്ഞ മുഅ്മിനീങ്ങളായിരുന്നു അവർ. അന്ന് ലോകത്ത് വേറെ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യന്മാരുടെ പിൻതലമുറക്കാരിൽ നിന്നാണ് പിന്നീട് ശിർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, ഈ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ നാമങ്ങളെയും ഗുണവിശേഷണങ്ങളെയും പറ്റി ശരിയാവണ്ണം അറിവില്ലാതിരുന്നാൽ നമ്മൾ അബദ്ധങ്ങളിലേക്ക് പോകും. അത് കേരളത്തിലടക്കമുള്ള മുസ്ലിമീങ്ങളിൽ ആ അബദ്ധങ്ങളുണ്ട്. നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം ഒരു മുസ്ലിം വളരെ ഗൌരവത്തിൽ തന്നെ മനസ്സിലാക്കണമെന്ന് പണ്ഡിതന്മാരും അതുപോലെ തന്നെ ദീൻ പഠിച്ച ആളുകളുമൊക്കെ കൃത്യമായി കൊണ്ട് നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും നല്ല നല്ല പേരുകൾ അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് വേറെ ആട്ട് കൊടുത്ത പേരുകളല്ല, അത് അള്ളാഹു സ്വയം സ്വീകരിച്ച പേരുകളാണ്. അമ്പിയാക്കന്മാരുടെ അടക്കമുള്ള പേരുകൾ അമ്പിയാക്കന്മാർ സ്വയം സ്വീകരിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന പേര് പ്രവാചകരിട്ടതല്ല. നമ്മുടെ ആരുടെയും പേരുകൾ നമ്മൾ സ്വയം സ്വീകരിച്ചതല്ല. ഏതൊരു സൃഷ്ടിയുടെയും പേരുകൾ അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരായിരിക്കും അതിന് നാമകരണങ്ങൾ നടത്തുക. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പേരുകൾ അള്ളാഹു തന്നെ സ്വയം സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പേരുകളിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങളിലാണെങ്കിലും ഒരു പോരായ്മയോ ഒരു അജിസോ അല്ലെങ്കിൽ അശക്തതയോ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്പൊ മനുഷ്യന്മാരുടെ പേരുകളിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ആ പേര് പിരിക്കപ്പെടുന്നവനും തമ്മിൽ ചിലപ്പോൾ ഒരു ബന്ധവും ഉണ്ടാകില്ല, നേർവിപരീതമായിരിക്കാം സംഭവിക്കുക. ഇതെല്ലാം സൃഷ്ടികളുടെ പേരുകളിൽ നമുക്ക് കാണുന്ന ചില കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ ഏറ്റവും ഭംഗിയുള്ള പേരുകളാണ് പടച്ചവന്റെ പേരുകൾ. ഏതെടുത്തു നോക്കിയാലും അൽ അലീം, അൽ ഖദീർ, അൽ സമീഅ്, ബസീർ, ഏതെടുത്തു നോക്കിയാലും അതിന്റെ അർത്ഥപൂർണ്ണത ഉൾക്കൊള്ളുന്നതും ഏറെ ഭംഗിയുള്ളതുമായ പേരുകളാണ് പടച്ച റബ്ബിനുള്ളത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവന്റെ പേരുകളാണെങ്കിലും അവന്റെ ഗുണവിശേഷണങ്ങളാണെങ്കിലും നമ്മുടെ വക അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനോ അതിൽ മാറ്റത്തിരുത്തങ്ങൾ വരുത്താനോ എഡിറ്റിങ്ങൾ നടത്താനോ പാടില്ല. അള്ളാഹുവിന്റെ പേര് നമ്മൾ അള്ളാഹ്ക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ മലയാളത്തിലും അതുപോലെ തന്നെ ഉറുദു ഭാഷകളിലുമൊക്കെ പ്രയോഗിക്കുന്ന പല നാമങ്ങളും അതൊന്നും അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്തുകൾ വന്നതേയല്ല. അപ്പൊ മലയാളത്തിൽ മാപ്പിളപ്പാട്ടിലൊക്കെ ഉള്ള പേരാണ് കോനെ എന്ന് പറഞ്ഞിട്ടുള്ള പേര്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എങ്ങനെയാണ് അള്ളാഹിനെ പറ്റി ഈ വാക്ക് പറയാ? അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ പേരുകളും അത് അള്ളയും റസൂലും പഠിപ്പിച്ചത് എന്താണോ അത് അങ്ങനെ തന്നെ പറയാ. അതിൽ വ്യാഖ്യാനങ്ങളോ അതുപോലെ തന്നെ എഡിറ്റിങ്ങളോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നില്ല. കാരണം എന്താ, അത് നമുക്ക് ഇൽമില്ലാത്തൊരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്കറിയാത്തൊരു കാര്യം പറയുക എന്നത് വലിയ പാപമായിട്ട് അള്ളാഹ് പറഞ്ഞത്, ഹറാമായിട്ട് അള്ളാഹ് പറയുക സൂറത്തുൽ അറാഫിൽ, വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹിന്റെ പേരിൽ പറയാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞത് പറയാ, പ്രവാചകൻ പറഞ്ഞത് പറയാ. അതല്ലാതെ അള്ളയും റസൂലും പറയാത്തൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയെ കാണാം, സുബ്ഹാനക ലാ ഉഹ്സി സനാഅൻ അലൈക. അല്ലാഹുവേ, നിന്റെ പേരുള്ള സനാ, നിന്നെ ഞാൻ പുകഴ്ത്തുന്ന ഒരു എണ്ണം കണക്കാക്കാൻ കഴിയുകയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക്,
നീ എന്താണോ നിന്നെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അള്ളാഹിനെ പറ്റി അള്ള എന്താണ് പറഞ്ഞത് ആ പേര് തന്നെയാണ് അള്ളാഹിനെ പറ്റി നമുക്ക് പറയാൻ പാടുള്ളൂ. നമ്മുടെ വക ഒരു പേര് അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് പറയാൻ പാടില്ല, അള്ളാഹ്ക്ക് ഇല്ല എന്നും പറയാൻ പാടില്ല. അപ്പൊ മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ അള്ളാഹ് അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ പല പേരുകളും അവർ അംഗീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ സൂറത്തിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതുമ്പോ അവരെന്താ പറയാ? ബിസ്മില്ല എന്ന് പറയുന്നതിന് അള്ളാഹ് ഞങ്ങൾക്കറിയാം, പക്ഷെ റഹ്മാൻ റഹീമിന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കരാർ എഴുതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി. അപ്പുറത്ത് നിൽക്കുന്ന സുഹൈൽ, അദ്ദേഹം അന്നും മുശ്രിക്കായിരുന്നു, അതിന്റെ പിന്നീട് മുസ്ലിമായി. അദ്ദേഹം പറഞ്ഞു, സുഹൈൽ പറഞ്ഞു, ബിസ്മില്ല എന്ന് എഴുതിയാൽ മതി, റഹ്മാൻ റഹീം കൂട്ടണ്ട. മുഹമ്മദ് പറയുന്നു അള്ളാഹ് ഒന്നേ ഉള്ളൂ, പക്ഷെ അള്ളയും റഹ്മാനും റഹീം മൂന്ന് പടച്ചുകൊണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം റഹ്മാനും റഹീമുമാണ് എന്ന അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒന്നും മക്കത്തെ മുശ്രിക്ക് അംഗീകരിച്ചിട്ടില്ല. അവർക്ക് അവിടെ പിഴവ് സംഭവിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ആയത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹ്ക്ക് എത്ര പേരുകളുണ്ടെങ്കിലും അള്ളാഹ് ഒന്നേ ഉള്ളൂ, റഹ്മാന് വേറെ റഹീം വേറെ എന്നങ്ങനല്ല, എല്ലാം ഒരേ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ നാമഗുണവിശേഷണങ്ങളാകുന്നു. ഇത് മനസ്സിലാക്കാതിരുന്നാൽ വലിയ അബദ്ധങ്ങൾ സംഭവിക്കും. ഇതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം എത്ര പേരുകളുണ്ട് ചോദിച്ചാൽ നമുക്കറിയില്ല. അള്ളാഹു അവന് ഇട്ടിരിക്കുന്ന പേരുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ചില പേരുകളൊക്കെ 99 പേരുകളൊക്കെ അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നല്ലാതെ എണ്ണമറ്റ നാമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളമുണ്ട്. പ്രവാചകന്റെ ഹദീസിൽ കാണാം, പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കാണാം, അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അള്ളാഹുവേ നിന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അദബാണിത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ പേരുകളും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമം വിളിച്ചുകൊണ്ടാണ്. യാ ഹയ്യു യാ ഖയ്യൂം യാ റബ്ബന യാ റബ്ബി അല്ലാഹുമ്മ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആൻ കാണാൻ കഴിയാം. കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുക, സമ്മൈത ബിഹി നഫ്സക, ആ പേരുകൾ നിനക്ക് നീ സ്വയം സ്വീകരിച്ച പേരുകളാണ്. ഔ അൻസൽതുഹു ഫീ കിതാബിക, അതല്ലെങ്കിൽ നിന്റെ കിതാബിൽ നിന്റെ വേദഗ്രന്ഥത്തിൽ നീ ഇറക്കിയതാണ്. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അതൽ നിന്റെ പ്രവാചകന്മാരിൽ ഏതെങ്കിലും സൃഷ്ടികളിൽ അവർക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത പേരാണ്. അതല്ലെങ്കിൽ അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ ഇൽമിൽ ഗൈബിൽ നിന്റെ അടുക്കൽ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, ഒരു സൃഷ്ടിക്കും അറിയാത്ത വേറെയും ചില നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ആ എല്ലാ നാമങ്ങളെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ പേരുകളും അള്ളാഹുവിന്റെ നാമങ്ങളുമൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, എത്രയാണ് പേരുകൾ നമുക്ക് അറിയില്ല. 99 പേരുകൾ ഒരു മനുഷ്യൻ അതനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാവുന്ന അത്ര എണ്ണമാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ, 100-ൽ നിന്ന് ഒന്ന് കുറവാണ്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, അതാരെങ്കിലും മനപ്പാടമാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവന് സ്വർഗത്തിലേക്ക് കടക്കും. വെറുതെ അള്ളാഹുവിന്റെ ഗഫൂർ വദൂദ് ഹലീം ഇങ്ങനെ 99 പേർ മനപ്പാടാക്കിയാൽ പോരാ. ആ പേരുകൾക്കനുസരിച്ചുകൊണ്ടുള്ള ജീവിതം ഒരു മനുഷ്യന് കാഴ്ചവെച്ചാൽ അവന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. എന്താ അതിന്റെ അർത്ഥം അള്ളാഹുക്ക് 99 പേരുകൾ മാത്രമുണ്ട് എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രവാചകൻ പറയേണ്ടത് ഇന്ന അസ്മാ അല്ലാഹി 99 ഇസ്മൻ എന്ന്, അള്ളാഹിന്റെ പേരുകൾ 99 ആണെന്നാണ് പറയേണ്ടത്. പക്ഷെ അള്ളാഹുന്റെ പ്രവാചകൻ അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഒരു പേരിനെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ എത്ര പേരുകളുണ്ടോ, ഖുർആനിലും സുന്നത്തിലും വന്ന പേരുകളും അതുപോലെ തന്നെ വിശേഷണങ്ങളും ഉണ്ടോ, അതെല്ലാം നമ്മൾ അംഗീകരിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി നമ്മൾ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅാണ്, കേൾക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ് പടച്ചോൻ. പക്ഷെ എല്ലാം കേൾക്കുന്നവൻ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയെ സംബന്ധിച്ചും നമ്മൾ പറയാൻ പാടില്ല. പക്ഷെ നമ്മൾ പറയുന്നുണ്ട് ചില ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത് പോലെ കേൾക്കുന്ന, അള്ളാഹു അറിയുന്നത് പോലെ അറിയുന്ന, അള്ളാഹു ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന ഔലിയാക്കന്മാരുണ്ടെന്നാണ് നമ്മുടെ കേരളത്തിൽ പോലും ചില വിശ്വാസികളായ ആളുകൾ അബദ്ധത്തിലാവോ അതത് അറിഞ്ഞോ അറിയാതെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശരിയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ,
വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹുവിന് തുല്യരായിക്കൊണ്ട് ആരും തന്നെയില്ല. ഒരു പ്രവർത്തനത്തിലും, അവന്റെ പേരിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഒന്നിലും അള്ളാഹുവിന് തുല്യരായിക്കൊണ്ട് ആരുമില്ല. മാത്രമല്ല വീണ്ടും അല്ലാഹു പറയാണ് സൂറത്തുൽ നഹൽ, അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ്. സൃഷ്ടിച്ചവനും സൃഷ്ടിക്കാത്തവനും എങ്ങനെയാണ് തുല്യന്മാരാവുക? അഫലാ തദക്കുറു, നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? അപ്പൊ സൃഷ്ടിച്ച സൃഷ്ടാവും സൃഷ്ടികളായിട്ടുള്ള പടപ്പുകളും എങ്ങനെയാണ് തുല്യരാവുക? ഒരു വസ്തുവിലും തുല്യരല്ല. പേരിലും നാമങ്ങളിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും കഴിവുകളിലും ഒന്നിനും തുല്യരല്ലെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖു. സൂറത്ത് മറിയമിൽ കാണാം, റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിന്റെയും ഒക്കെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫഅബ്ദുഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ ഇബാദത്ത് ചെയ്യണം. വസ്തബിർ ലിഇബാദത്തി, അവന്റെ ആരാധന നിങ്ങൾ ഉറച്ചു നിൽക്കുകയും വേണം. ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പേരൊത്ത, അല്ലാഹുവിനെ പോലെ പേരുകളുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ? അങ്ങനെ ആരുമില്ല. അപ്പൊ പടച്ചോനെ പോലെ ആരുമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കും, കേരളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്ന ചില സഹോദരന്മാർക്ക് പോലും ഇതിൽ അബദ്ധമുണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഒരു കാര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അള്ളാഹിനെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. നാം ഒരു കാര്യം ഉണ്ടാകണം ഉദ്ദേശിച്ചാൽ ആ കാര്യത്തോട് കുൻ എന്ന് പറയണം. അള്ളാഹ് കുൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം മാത്രമുള്ള വിശേഷണമാണ്. എന്ന് നിങ്ങൾ നോക്കൂ, മൊഹിദ്ദീൻ മാല പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയാണ്, എന്നുടെ ഏകൽ ഉടയവൻ തന്നേകൽ ആകുന്നു ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. ഇതൊരു പടപ്പിനെ പറ്റി പറയാൻ പറ്റുമോ? അള്ളാഹിനെ പറ്റി പറഞ്ഞ അതേ കാര്യം മൊയ്തീൻ ശൈഖിനെ പറ്റി പറയാം. അള്ളാഹ് പറയാണ്, ഞാനൊരു കാര്യം ഉദ്ദേശിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ മതി, അതുണ്ടാകും. എന്നാൽ ഇതിൽ പറയാണ്, മൊയ്തീൻ ശൈഖ് ഒരു കാര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതുണ്ടാകുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അംഗീകരിക്കാനേ കഴിയില്ല. ഞാൻ പറഞ്ഞതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതിരുന്നാൽ അബദ്ധങ്ങളിലേക്ക് ചാടും, ശിർക്കിലേക്ക് പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങളിലേക്ക് പോകും. ഇനി പറഞ്ഞു അവസാനം സി എം മടവൂരിനെ പറ്റി എഴുതിയ ഒരു പുസ്തകത്തിൽ കാണാം, വദു തസറുഫി മൻ ലൗ ഖാല ലിശൈഇൻ കുൻ ലകാന കമാ കാന ഖുതുബുൽ ആലം അയ ഗൗസുൽ അവാൻ. മൊയ്തീൻ ശൈഖ് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പോലെ തന്നെ സി എം മടവൂർ കുൻ എന്ന് പറഞ്ഞാലും ഉണ്ടാകുമെന്ന് മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകത്തിൽ, ഇവിടുത്തെ കേരളത്തിലെ പണ്ഡിതന്മാർ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ദുർബലന്മാരായ ആളുകളെക്കുറിച്ച്, സൃഷ്ടികളെക്കുറിച്ച് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കും ചോദിച്ചാൽ, ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹിനെ കണക്കേണ്ട പോലെ കണക്കാക്കിയില്ല, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല, അപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതേപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ അവന്റെ പ്രവർത്തനമാകട്ടെ, അവന്റെ വിശേഷണങ്ങളാകട്ടെ, അവന്റെ നാമങ്ങളാകട്ടെ, നമുക്കതെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായ വിജ്ഞാനം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അല്ലാഹ് ഖാലിഖാണ്, നമ്മൾ മഖ്ലൂഖാണ്. മഖ്ലൂഖിന് ഒരുപാട് പരിധികളുണ്ട്. വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അല്ലാഹ്ക്കാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്, നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പൊ അള്ളാഹിനെ പറ്റി നമുക്ക് വേണ്ടത്ര അള്ളാഹ് പറഞ്ഞു തന്നതേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അതിന്റെ അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ വക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാനോ അതുപോലെ തന്നെ നിഷേധിക്കാനോ പാടില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് പല സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞ കാര്യമാണ്, അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ, അള്ളാഹു അവന്റെ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു. ഇതിനെങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതാണ്. സൂറത്ത് താഹയിലുണ്ട്, അല്ലാത്ത ആയത്തുകളുണ്ട്. ഈ ആയത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ തെറ്റി മനസ്സിലാക്കിയാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവില്ലാത്ത കാര്യം പറയില്ലായിരിക്കും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും അതുപോലെ തന്നെ അശ്അരികളും ഒക്കെ പറഞ്ഞെന്താ വെച്ചാൽ, അള്ളാഹു ഇസ്തിവ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വ്യാഖ്യാനിക്കണം. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു അധികാരം കൈപ്പലിൽ ഒതുക്കി എന്ന് പറയണം, ഇസ്തൗല എന്ന് പറയണം. തെറ്റാണത്. അഹ്ലുസുന്നയിൽപ്പെട്ട പണ്ഡിതന്മാരോ മുൻഗാമികളോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, വഅന്നൽ മസ്ലക്കൽ അസ്ലം ഫീ ദാലിക, ഈ ആയത്തുകളെ വ്യാഖ്യാനിക്കുമ്പോൾ, ഈ ആയത്തുകളെ മനസ്സിലാക്കുമ്പോൾ അതിലേറ്റവും ശരിയായ മാർഗമെന്ന് പറയുന്നത് ത്വരീഖത്തു സലഫ്, നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ മാർഗമാണ്.
ആരാ സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്തും താബീങ്ങളും തബഅ താബീങ്ങളും. എന്താണ് അവരുടെ മാർഗം? ഇംറാറു മാ ജാഅ ഫീ ദാലിക മിനൽ കിതാബി വസ്സുന്ന, എങ്ങനെയാണ് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. മിൻ ഗൈരി തക്യീഫ്, രൂപം പറയാൻ പാടില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് പോലെ എന്ന് പറയാൻ പാടില്ല, പക്ഷെ അള്ളാഹ് ഇറങ്ങൂല എന്ന് പറയാനും പാടില്ല. അള്ളാഹുവിന് കൈകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ, പക്ഷെ സൃഷ്ടികളുടെ കൈകൾ പോലെ എന്ന് പറയാൻ പാടില്ല, കൈ ഇല്ല എന്ന് പറയാനും പാടില്ല. അതാണ് അഹ്ലുസുന്നന്റെ രീതി. മിൻ ഗൈരി തക്യീഫിൻ, രൂപം പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ കൈകൾക്കുള്ള രൂപം നമുക്ക് പറയാൻ പാടില്ല. ബൽ യദാഹു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞപ്പോ ഖലഖ്തു ബിയദയ്യ, എന്റെ 2 കൈകൾ കൊണ്ട് ആദം നബിയെ സൃഷ്ടിച്ചു എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എന്റെ 2 കൈകൾ കൊണ്ടാണ് ഞാൻ ആദം നബിയെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹ് പറയുമ്പോ നമ്മൾ പറയാണ് അള്ളാഹ്ക്ക് കൈയില്ല എന്ന് പറയാൻ പാടില്ല. പക്ഷെ അതും പറയാൻ പാടില്ല, അള്ളാഹുവിന്റെ കൈ നമ്മുടെ കൈ പോലെയാണ് എന്നും പറയാൻ പാടില്ല. അതാണ് തക്യീഫ് പാടില്ല. വലാ തഹരീഫിൻ, അതിൽ അർത്ഥവ്യാഖ്യാനങ്ങൾ നടത്താൻ പാടില്ല, പദപ്രയോഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. വലാ തശ്ബീഹിൻ, അതിനെ സാദൃശ്യപ്പെടുത്താൻ പാടില്ല. വലാ തഅതീലിൻ, നിഷേധിക്കാൻ പാടില്ല. വലാ തംസീലിൻ, ഉദാഹരണങ്ങൾ പറയാൻ പാടില്ല. അള്ളാഹ്ക്ക് ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അള്ളാഹിനോട് നിങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയില്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്ന് നമ്മൾ നേരിട്ട് കറണ്ട് എടുക്കാറുണ്ടോ? ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ട്രാൻസ്ഫോമറിൽ നേരിട്ട് കറണ്ട് എടുക്കാറ്, നമ്മളത് അതിന്റെ പവറൊക്കെ കുറച്ച് പിന്നെ നമ്മൾ 3 ഫേസിലൂടെ ഒക്കെ അല്ലേ കറണ്ട് എടുക്കല്. ഇതുപോലെ അള്ളാഹുലൊക്കെ നമ്മൾ നേരിട്ട് ചോദിക്കാൻ പാടുണ്ടോ? ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹ്ക്ക് ഉദാഹരണം പറയാൻ പാടില്ല. കാരണം സൃഷ്ടികളെ പോലെ എല്ലാ സൃഷ്ടാവ്. ഈ ആയത്ത് ഇത് കൃത്യമായി മനസ്സിലാക്കാതിരുന്നാൽ സഹോദരന്മാരെ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മുൻഗാമികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ആരാ നമുക്കറിയാം, സലഫു സാലിഹിൽപ്പെട്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അർ റഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്ത് അദ്ദേഹം മോദി. അപ്പൊ സദസ്സിൽ നിന്നൊരു മനുഷ്യൻ ചോദിച്ചു, അതെങ്ങനെ ഉണ്ടാകുക, കൈഫ്, അള്ളാഹു എങ്ങനെയാണ് അവന്റെ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ മറുപടിയുണ്ട്. ലോകത്ത് അഹ്ലുസുന്ന ഈ ഏത് കാലഘട്ടത്തിലും പ്രചരിപ്പിക്കുന്ന പറയുന്ന മറുപടിയാണ് അൽ ഇസ്തിവാഉ മഅലൂം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിശേഷങ്ങളാണെങ്കിലും അത് അറിയപ്പെട്ട കാര്യമാണ്. ഇസ്തിവാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്കറിയാം. ഇപ്പൊ യദു എന്ന് പറഞ്ഞാൽ അത് കയ്യാ നമുക്കറിയാം, പക്ഷേ വൽ കൈഫ് മജ്ഹൂൽ, അതിന്റെ രൂപം നമുക്കറിയില്ല, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിനെപ്പറ്റി വിശ്വസിക്കൽ നിർബന്ധമാണ്, നിഷേധിക്കാൻ പാടില്ല, അങ്ങനെ ഇല്ല എന്ന് പറയാൻ പാടില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളത് പുത്തൻവാദമാണ്. എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ, അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ പുത്തൻവാദവും. വൽ ബഹ്തു അൻഹു കുഫ്റുൻ, അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് അതിങ്ങനെ ചിന്തിച്ച് എന്താണ് ഇപ്പൊ അള്ളാഹ്ക്ക് അങ്ങനെ അള്ളാഹ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിക്കലും ചിന്തിക്കലും അത് കുഫറിലേക്ക് എത്തിക്കുന്നതാണ് എന്നതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലങ്ങളിൽ ഉത്തമ നൂറ്റാണ്ട് ജീവിച്ച പണ്ഡിതൻ പറഞ്ഞത്. അതന്നെയാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കും. ഈ അബദ്ധങ്ങൾ എവിടേക്ക് എത്തും ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തി സൃഷ്ടികളോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചാലും കുഴപ്പമില്ല, അള്ളാഹുവിനെ പോലെ തന്നെയാണ് സൃഷ്ടികളെന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതും മുൻഗാമികൾ എത്തിപ്പെട്ടതും ജൂതക്രിസ്ത്യാനികളും മക്കത്ത് മുശ്രിക്കും എത്തിപ്പെട്ടതുപോലെ തന്നെ നമ്മളും എത്തിപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് ഇൽമില്ലാത്തൊരു കാര്യം നീ പറയാൻ പാടില്ല. അള്ളാഹിനെ പറ്റി ഇൽമുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ദീന് സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മതം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു കമ്മട്ടത്തിന് പറയാൻ പാടില്ല. അങ്ങനെയാണെന്ന് തോന്നുന്നല്ല, നമുക്ക് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ദീനിനെ പറ്റി പറയാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും വിവരമുള്ള ആളുകളും ഇനി അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപഴകുന്ന ആളുകൾ, സംശയം ചോദിക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നിഗമനങ്ങൾ വെച്ചുകൊണ്ട് ദീന് പറയാൻ പാടില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയൊക്കെ വലിയ മുഫ്തിമാരാണ്, വലിയ വലിയ മഹാപണ്ഡിതന്മാർക്കൊക്കെ ഇത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായ ഒരു വളരെ നോർമലായി പറയും. അതൊരിക്കലും പാടില്ല സഹോദരന്മാരെ. അള്ളാന്റെ ദീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനോട് പോലും അള്ളാഹ് പറഞ്ഞ എന്തറിയോ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാബീൽ ലഖദ്നാ മിൻഹും ബിൽ യമീൻ. നബി, നിങ്ങളെങ്ങാനും ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടനാട് നിങ്ങളുടെ കഴുത്ത് ഞാൻ മുറിച്ചു കളയുന്ന അള്ളാഹിന്റെ റസൂലിനോട് പോലും അള്ളാഹ് പറഞ്ഞു. അപ്പൊ ദീന് പറയുമ്പോൾ, അള്ളാഹിനെ പറ്റി സംസാരിക്കുമ്പോൾ, റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ, ദീനൊരു കാര്യം പറയുമ്പോൾ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടേ പറയാൻ പാടുള്ളൂ. ദുനിയാവ് നമുക്ക് പറഞ്ഞാലും തെറ്റിയാലും അബദ്ധം പറ്റിയാലും കുഴപ്പമില്ല. പക്ഷെ ദീൻ എന്ന് പറഞ്ഞാൽ ആളുകൾ ഫോളോ ചെയ്യുന്ന,
അള്ളാഹുവിന്റെ ദീനാണ്. റസൂലുള്ളാഹിക്ക് പോലും ദീൻ ഒരു ഹർഫ്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഒരു ഹവക്കനുസരിച്ച് ഒരു നുത്ഖ്, ഒരു കലാം പോലും റസൂലുള്ളാഹിക്ക് പറയാൻ അധികാരമില്ല അള്ളാഹിന്റെ വഹയില്ലാതെ. അതുകൊണ്ട് അതാണ് അല്ലാഹു പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അതിനെ നിന്റെ ചെവിയാണെങ്കിലും നിന്റെ കേൾവിയാണെങ്കിലും നിന്റെ കാഴ്ചയാണെങ്കിലും നിന്റെ ചിന്തകളാണെങ്കിലും ഒക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ സഹോദരന്മാരെ, പിഴച്ചു പോകുന്ന കക്ഷികളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പഠിക്കുന്ന, അവനെക്കുറിച്ച് മനസ്സിലാക്കി അവന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ദുൽഖഅദ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അഥവാ ദുൽഹിജ്ജ മാസത്തിന്റെ തൊട്ടു മുന്നേ ഉള്ള ഹജ്ജ് കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഹാജിമാർ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടാകാം, ഇനി പോകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളുണ്ടാകാം. നമ്മുടെയൊക്കെ മനോമുഖരത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, പടച്ചോനെ, നിന്റെ കഅബാലയത്തിൽ ചെന്ന് ആ അറഫയിലൊക്കെ നിന്ന് നിന്നോടൊന്ന് രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുവാനും ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ഒക്കെയുള്ള ഒരവസരം നീ എനിക്കുണ്ടാക്കി തരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അത് സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥനയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. പ്രാർത്ഥിക്കേണ്ട ബാധ്യതയാണ് നമ്മളെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ആ കാര്യം ഉണ്ടാകണം. ഹജ്ജ് കർമ്മത്തിൽ ഹാജിമാർ നിർവഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം. ഈ ബലികർമ്മത്തിന്റെ പ്രത്യേകത, ഹജ്ജ് നിർവഹിക്കാത്തവർക്കും ഇസ്ലാം സുന്നത്താക്കിയ, അല്ലെങ്കിൽ ഒരു വേള നിർബന്ധമെന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞൊരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കാനും അതിന്റെ ഉരുവിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെയുള്ള സമയം ആയിത്തുടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ പറയുന്നത്. ഉദ്ഹിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വർഷത്തിൽ ഒരിക്കലാണ് ഉദ്ഹിയ്യത്ത് ഉള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സാമ്പത്തിക ബജറ്റും നമ്മുടെ സാമ്പത്തിക ശേഷിയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയുന്നവർ നമ്മൾ തന്നെയായിരിക്കും. ഒരു വർഷത്തിൽ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ നമ്മുടെ മഹല്ലിൽ 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു വർഷത്തിൽ ഒരു 10,000 രൂപ അത് നീക്കി വെക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ട് ചെയ്യുകയും ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറയാൻ വേണ്ടി അള്ളാഹു പറയുകയും ചെയ്തു, എന്റെ നമസ്കാരം എന്റെ ബലികർമ്മം, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ നമസ്കാരം അള്ളാഹുവിനെ പോലെ നിസ്കരിക്കുന്ന പോലെ തന്നെ ബലികർമ്മം നടത്തുകയും ചെയ്യുക. അപ്പൊ നിസ്കാരത്തിന്റെ കൂടെയാണ് ബലികർമ്മത്തെ 2 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും കഴിയുന്ന ആളുകൾ ഉദ്ഹിയ്യത്തിൽ പങ്കാളികളാകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. ഇതിൽ ഉദ്ഹിയ്യത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒറ്റയ്ക്ക് ഒരു ഉരുവിനെ അറുക്കാൻ കഴിഞ്ഞാൽ, അത് ആടാണെങ്കിലും അതുപോലെ തന്നെ പോത്താണെങ്കിലും അതാണ് ഏറ്റവും അഫ്ളലായ കാര്യം. ഇനി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ചൊരു ഷോട്ട് ഉണ്ട് എങ്കിൽ അയാൾക്ക് വേറെ ആളും കൂടി കൂട്ടാം. ഇനി അവർക്ക് 2 പേർക്കും കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് മറ്റേ 3ാമതൊരാളെയും കൂട്ടാം. ഇനി 3 ആളുകളുടെ ഷെയറും ഒരുപോലെ ആകണോ, അത് നിർബന്ധമൊന്നുമില്ല ഇസ്ലാമിൽ. ഇപ്പൊ ഒരു 50,000 രൂപയുടെ പോത്താണെങ്കിൽ ഒരാൾ 30,000 രൂപ എടുക്കുക, മറ്റേ ആൾ 10,000 എടുക്കുക, മറ്റേ ആൾ 10,000 എടുക്കുക. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എടുത്ത ആളെ സംബന്ധിച്ച് കൂടുതൽ പുണ്യം കിട്ടും. എല്ലാ ഷെയറുകളും ഒരുപോലെ ആകണം എന്ന് ഇസ്ലാമിൽ പഠിപ്പിച്ചില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കൂട്ടായി നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ നിർവഹിക്കുന്നു എന്നല്ലാതെ ശരിക്കും ഇസ്ലാമിൽ ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് എനിക്കൊരാൾ ഉരുവിനെ ഇറക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഇറക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അറുത്തിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകങ്ങൾ അറുത്തിട്ടുണ്ട്.
ഇനി അതിന് കഴിയാത്തൊരാളുകൾക്ക് ആ പുണ്യം നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരാൾ കൂടി ഷെയർ ചെയ്യാം. അങ്ങനെ 7 ആളുകൾ വരെ ഷെയർ ചെയ്ത് ഉളുഹിത്തറക്ക. ഇയാൾ ഷെയർ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. 6 ആളാകാം, 5 ആളാകാം, 3 ആളാകാം, 4 ആളാകാം, ഒക്കെ ആകാം. അതിലൊറ്റയാകണമെന്ന് ഷർത്ത് പോലുമില്ല. എത്രയാണോ കഴിയുന്നത് അത്ര ആളുകൾ അതിൽ ഷെയർ കൂടി ആ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന മഹത്തായ പുണ്യകർമ്മത്തിലേക്ക് പങ്കാളികളാകാൻ ശ്രദ്ധിക്കണം. കാരണം അതിന്റെ ഒരുപാട് പുണ്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കലാണ്. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മകനെ അറുക്കാൻ തയ്യാറായ ആ വ്യക്തിത്വമാണ്. ആ മനസ്സ് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനൊരു ബലിമൃഗത്തെ പകരമായി നൽകി. അതിന്റെ ഓർമ്മ പുതുക്കലും ഇബ്രാഹിം നബിയുടെ സുന്നത്തിനോടുള്ള, ഇബ്രാഹിമി മില്ലത്തിനോടുള്ള ഇബ്രാഹിം നബിയുടെ സ്നേഹം പുതുക്കലും അതോടൊപ്പം തന്നെ നമ്മുടെ ഈമാൻ പുതുക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യത്തെ നമ്മൾ നിർവഹിക്കണം. നമുക്ക് കഴിവിന്റെ പരമാവധി അത് ആളുകളിലേക്ക് എത്തിക്കുകയും അതിന്റെ ആ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച്, അതിന്റെ മൃഗങ്ങളെ സംബന്ധിച്ചും അതിൽ ഷെയർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ ഈ പള്ളിയുടെ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും അതിൽ പൂർണ്ണമായി കൊണ്ട് സഹകരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നേതാക്കന്മാർ അല്ലാഹുക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. മാരകമായ അസുഖങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ തീർത്താ കടബാധകൾ കൊണ്ടും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും പരീക്ഷിക്കാതിരിക്കട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരിമാർ, പിഞ്ചുമക്കൾ അല്ലാഹുവർക്കെല്ലാം ആശ്വാസം നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നുള്ള ആളുകളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും അവരുടെ ആയുധങ്ങൾ അല്ലാഹു അവരുടെ ആയുധങ്ങളെ ശക്തി ഇല്ലായ്മ ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله عليه